നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡി? സൂപ്പർ ഓർക്കസ്ട്ര ജഡ്ജസ് We are ready, Paru. ശരിക്കും ചിരി നോക്കിക്കേ. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു ലേറ്റസ്റ്റ് ഹിറ്റ് കേൾക്കാം. പാടാൻ വരുന്നു നമ്മളുടെ ശ്രീഹരി. ഇന്ന് അവൻ എന്തൊക്കെ കാണിക്കോ എന്തോ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. ശ്രീഹരി, എന്തോ അടിപൊളി സോങ് സെലക്ഷൻ. താങ്ക് യു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമ അല്ലേ രോമാഞ്ചം. അതിലൊരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് പാടിയത്. എന്ത് തോന്നി നിനക്ക്? റാപ്പൊക്കെ പൊളിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ. എങ്ങനെയുണ്ടായി? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. നല്ല ഹെയർ സ്റ്റൈൽ കേട്ടാ. എന്താ പകുതി മാത്രം പുറത്തിട്ടെ? അതൊന്നുമില്ല, വെറുതെ വെറുതെ. ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു ചിഹ്നം ഉണ്ട്, അതാണ് ഞാൻ തിരിച്ചു വെച്ചത്. കോഴി എല്ലാരും വിളിക്കുന്നുണ്ട്, ഇനി അതും കൂടി ചേർത്തു. അയ്യാടാ. ഓക്കെ, ചോദിക്കാം. ഹരിചേട്ടാ. ശ്രീഹരി, ഓ ഇതില് ആക്ച്വലി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ശ്രീഹരിയുടെ. അതിനാദ്യം ആ ഒരു അറ്റംപ്റ്റിന് ഒരു കയ്യടി. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഹിറ്റ് ആൽബം ആണ്. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന സോങ് ആണ്. അപ്പൊ ഇതിന് മോനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ സോങ്ങിന്. മോനിത് പാടിയപ്പം ആ ഒരു കൾച്ചറിലേക്ക് കയറിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു ഇതിലെന്ത് പാട്ടാണ് ലൈക്ക് ഇത് കളിയാക്കണ പാട്ടൊക്കെ. അപ്പൊ ആ ഒരു സാധനം കിട്ടിയില്ല. അതായത് അവരുടെ അവസ്ഥയെ പറ്റിയുള്ളൊരു പാട്ടല്ലേ. അപ്പൊ അതില് തന്നെ സിയ പാടുന്നത് ഭയങ്കര ഒരു മോനൊന്ന് പാടാവോ ഫസ്റ്റ് 4 ലൈൻസ്? തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്. ഇങ്ങനെ കറക്റ്റ്. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, കെട്ടാൽ വിടും അത് കട്ടായം, എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. എല്ലാം ഇങ്ങനെ ഓൺ ടെമ്പോ പാടണ്ട, ഒരു സ്വിങ് ആണ്. സ്വിങ് ആണ് ആവശ്യം. അതുപോലെ അതൊന്ന് പാടാവോ? അങ്ങനത്തെ സംഗതീസായിട്ട് ഫീൽ ചെയ്യണ്ട മോനെ. അതൊക്കെ മോൻ കുറച്ചുകൂടി കേട്ട് സെറ്റ് ആവും. മനസ്സിലായില്ലേ? കുറച്ച് ഇംപെർഫെക്ഷൻ ആണ് ആക്ച്വലി ഈ പാട്ടിന് വേണ്ടത്. ഇതിന് ഒരുപാട് പെർഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ ഒരു കൾച്ചറെ വിട്ടുപോകും. ഒരു ഉഴപ്പ് സിംഗിങ് ആണ് വേണ്ടത്. ചുമ്മാ പാടുക എന്ന് പറയില്ലേ, അല്ല അവരുടെ ലൈഫ് പോലെ തന്നെ ഒരു സോങ് ആണ്. അവരെല്ലാരും ഉഴപ്പി നടക്കുന്നു, ഒരു ലക്ഷ്യമില്ല. അപ്പം എന്താന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനത്തെ ലിറിക്സും ആണ്. വിനായക അടിച്ചു പൊളിച്ചെഴുതിയ പാട്ടാണ്. സുഷിൻ സൂപ്പർബായിട്ട് മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പം ആ ഒരു ലേസിനെസ് എനിക്ക് കിട്ടിയില്ല. ഇതിന്റെ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതാ ഭാവികളില്ലാത്തൊരു ഭൂതങ്ങളായി വാഴുന്നിതാ. തോനയുണ്ട് വീരേ ആ ഒരു ഫണ്ണില്ലടാ. ആക്ച്വലി ആ ഒരു സാധനം കിട്ടിയില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ് കേട്ടോ. അത് ശ്രമിച്ചല്ലോ ശ്രീഹരി. ഇങ്ങനെ ഒരു സോങ് സാധാരണ ശ്രീഹരി ശ്രമിക്കാത്തതാണ്. അപ്പൊ ആ ഒരു ശ്രമത്തിന് ഒരു ബിഗ് ക്ലാപ്സ്. ഇപ്പൊ ഇതിലൊരു ലേസി സോങ് ആണെങ്കിൽ ഇറ്റ്സ് ഒരു കമ്പോസിഷൻ ആണ്. അതിൽ കുറെ നോട്ട്സ് ഹിറ്റ് ചെയ്യണം. അപ്പം അതൊക്കെ ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പലതും ഇങ്ങനെ ക്ലിയറും അല്ല, എന്നാൽ ചില സ്ഥലത്ത് ആവശ്യമില്ലാത്തൊരു പെർഫെക്ഷനും കൊണ്ടുവന്നു. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ സോങ് കൊണ്ട് മീൻ ചെയ്യുന്നത് എനിക്കത്ര കിട്ടിയില്ല ശ്രീഹരി. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. ശ്രീഹരി, ഓ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പാട്ടിനെ ശ്രീഹരി അപ്രോച്ച് ചെയ്ത രീതി ഇതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. വളരെ സിമ്പിൾ ടേംസിൽ പറയായിരുന്നെങ്കിൽ അതാണ്. കാരണം ചില നോട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് പിടികിട്ടുന്നില്ല. പെടുന്നതു കട്ടായം, എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. അതാണോ നോട്ട്? ഒന്ന് പാടിക്ക മോനെ. പൂട്ടുള്ള കൂടാരം. അല്ല, അതല്ല. ഷാനിക്ക പറഞ്ഞതാണ്. കൂടാരം. അതാണ് നോട്ട്.
അത് കേൾക്കണില്ല. അത് ഇപ്പൊ കൂടാരമാണെങ്കിൽ അതിനുശേഷം തോന്നിയാസി ആണെങ്കിൽ അതിനുശേഷമുള്ള എല്ലാത്തിന്റെ എൻഡിലുള്ള ആ നോട്ട്സ് ഒക്കെ ഭയങ്കര ഫീബിളായിട്ട് പോവാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പാട്ടിന്റെ വേറൊരു ഒന്ന് ഇപ്പൊ ഹരി പറഞ്ഞ പോലെ എക്സ്ട്രീംലി ലേസി ആയിട്ടുള്ള, അതായത് അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നതാണ്, അതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉഴപ്പന്മാരാണ്. രാവിലെ ബൈക്ക് ഓടിച്ച് പോകുന്ന ആ പുള്ളി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉഴപ്പന്മാരാണ്. അപ്പം ആ ഒരു ലേസിനെസ് ആണ് ഈ പാട്ട്. ഹരി പറഞ്ഞ പോലെയാണ്, ഇത്രയും പെർഫെക്ഷൻ ഈ പാട്ടിന് വേണ്ട. കാരണം അതിനകത്തുള്ള ഒരു ക്യാരക്ടറും പെർഫെക്റ്റ് അല്ല, അല്ലേ? എല്ലാം ഇംപെർഫെക്ഷൻസ് കൊണ്ട് നിറഞ്ഞ കുറേ ക്യാരക്ടേഴ്സും ഉഴപ്പന്മാരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടരുടെ ഒരു പാട്ട്. അപ്പൊ ആ ഒരു ലേസിനെസ്, ആ ക്രേസിനെസ് ഈ പാട്ടിൽ വേണമായിരുന്നു. അത് മാത്രം എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ തോനെയുണ്ട് നേരം റാപ്പ്, അതും പാട്ട് എങ്ങനെയാണോ പാടിയത് അതുപോലെയാണ് റാപ്പും ചെയ്തത്. ആ റാപ്പിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ശ്രീഹരി, അത് എൻറ്റയർലി ഡിഫറെന്റ്. അതുകൊണ്ടാണല്ലോ സിയ പാട്ടും MC കൂപ്പർ റാപ്പും ചെയ്തത്. കാരണം രണ്ട് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. ബാക്കി എക്സിക്യൂഷൻ ഇസ് ഗുഡ്, ബട്ട് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ അപ്രോച്ച് ചെറുതായിട്ടൊന്ന് മാറ്റണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പാട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ സോങ്സ് കേൾക്കണം, അപ്പൊ യു വിൽ ഗെറ്റ് ഇറ്റ്. അതങ്ങനെ കേൾക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂടാ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കൊന്ന് മിസ്സിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, മോനെ ഈ പടം കണ്ടിട്ടുണ്ടോ നീ? എന്തിനാ കണ്ടത്? അല്ല, എന്തിനാടാ കണ്ടത്? അവിടെ പോയിരുന്ന് ഉറങ്ങാനോ? ഫുള്ള് കണ്ടിട്ട്. അല്ല, എന്തിനാ കണ്ടതെന്ന്? വെറുതെ ഇരിക്കുമ്പോ കാണും. അപ്പോൾ ഇച്ചിരി സമയം കിട്ടി കുഞ്ഞിന്, അപ്പൊ പോയി രോമാഞ്ചം കണ്ടു. ഐ ഹാവ് സം ഫ്രീ ടൈം. അപ്പൊ മോനെ, ഈ പാട്ടിന്റെ ഒരു സ്വഭാവം ഉണ്ടടാ, അതായിരുന്നു എനിക്ക് പ്രധാനമായിട്ട് മിസ്സിങ്. പിന്നെ ഇപ്പൊ നമ്മുടെ ഹരി പറഞ്ഞ പോലെ അതിനൊരു ഉഴപ്പ് സ്വഭാവം ഉണ്ട് പാട്ടിന്, ഒരു ഡ്രഗി കൈൻഡ് ഓഫ് സിംഗിങ്. എന്നാൽ വെള്ളം ഒടിച്ചിട്ട് പാടുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിങ്ങനെ കിടക്കണം. പക്ഷെ എന്തെങ്കിലും നമുക്ക് ശ്രുതി നോട്ട്സൊക്കെ അത് തന്നെ ആയിരിക്കണം. കള്ളുകുടിയന്മാർക്ക് എന്ത് ശ്രുതി എന്ന് നീ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കരുത്. ഉഴപ്പാൻ പറഞ്ഞ അതുകൊണ്ട് ഫുള്ള് ശ്രുതിയില്ല, അങ്ങനല്ല. അത് വേണം. എന്നാൽ അതിനകത്ത് ആ ഉഴപ്പും ആ മൊത്തത്തിലൊരു ജഗപുകയാണ്. അപ്പൊ അത് മോന് അതാണ് എനിക്ക് മിസ്സാ. പിന്നെ നോട്ട്സിന്റെ കാര്യം, അതെന്തോന്ന് നിനക്ക് ആ ഒരു നോട്ട് എങ്ങനെ മാറാടാ? ആ കോഡ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ നീ അതെങ്ങനെ പാടി? അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? ഇപ്പോഴെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പക്ക അതല്ല വേണ്ട നമുക്ക്. അതിങ്ങനെ ഉഴപ്പിങ്ങനെ കിടക്കണം. പഠിക്കോ. തലതെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം. ഇപ്പൊ തന്നെ കൊട്ടാരമാണത്, പെട്ടാൽ പെടുന്നത് കട്ടായം. അത്ര വേണ്ടടാ. മതി. കൊട്ടാരം പക്ക ആയിക്കോട്ടെ, നല്ല കൺസ്ട്രക്ഷൻ. അതല്ലല്ലോ മക്കളെ, അത് ഒഴുകി നടക്കട്ടടാ. അത് ഇത്രയും പറയുന്നില്ല. എന്നിട്ട് പിന്നെ അത് നീ എത്ര കടിച്ചു പിടിച്ച് പറയാതെ. ഒരു നീലഗിരിയുടെ സഖികളെ പാടുന്ന ലെവലിലാണ് മക്കൾ ഈ പാട്ട് പാടുന്നത്. അത് വേണ്ട. ആദ്യമായിട്ടായിരിക്കും ഒരു ജഡ്ജ്മെന്റിൽ പെർഫെക്റ്റ് ആയിട്ട് പാടരുതെന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാടരുത്. ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാരും പറഞ്ഞല്ലോ. ഇപ്പം തലതെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം. എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കണമെന്നില്ല. അഭ്യാസി എന്ന് പറയണ്ട. അങ്ങനെ ഒരു ഉഴപ്പി പാടുക. തലതെറിച്ചവനൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം. എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. കൂടാരം ഏതാണ്? കൂടാരം എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. ഞാൻ ഇതുപോലൊരു സോങ് ഓൾമോസ്റ്റ് സിമിലർ പാടിയിട്ടുണ്ട്. ഇതേ ട്യൂണല്ല. അപ്പൊ അതില് ക്രേസിനെസ് എന്ന സോങ്ങിന്റെ പേര് തന്നെ. സോ ക്രേസി ആയിട്ട് പാടാനേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മതിയാടാ. നീ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കണ്ട പാട്ട്. എന്നുള്ളത് അതൊക്കെ പാടിയാ മഹാബോറാവും. ആ പടം അങ്ങനെ ഒരു പടം, വല്ലാത്തൊരു പടം, കണ്ടിട്ട് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ചെയ്തത് ആരാണ്? മ്യൂസിക് സുഷിൻ ശ്യാം സാർ. ലിറിക്സ് വിനായക് ശശികുമാർ സാർ. ഓക്കെ. പാടിയത്
പാടിയത് സിയ ഉൾ ഹഗ് സർ. ഹഗ് അല്ലേ അങ്ങനെയല്ലേ? അവൻ കേക്കണ്ട. അവൻ നിന്റെ ഹൾക്കിന് പിടിക്കും അവനിത് കേട്ടാല് ഓക്കെ, സിയാവുൾ ഹക്കും പിന്നെ വേറെ ആരാ? MC കൂപ്പർ. മിനി കൂപ്പർ. MC അപ്പൊ മോനെ കാര്യം അവര് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇപ്പൊ സുഷിനാണെങ്കിലും എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു ചക്കരയാണ് സുഷിൻ. നമ്മളെപ്പം കണ്ടാലും അത്രയും സ്നേഹവും. അതിൽ സുഷിൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഉണ്ട് മനസ്സിൽ. അപ്പം അടുത്ത് കാണുമ്പോഴൊക്കെ അത്രയും സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി. എനിക്ക് കുറേ ഇഷ്ടമാണ് സുഷിനെ. പിന്നെ ഈ സിയാ ഉൾഹക്ക് എന്ന് പറഞ്ഞാൽ അവനൊരു സ്വീറ്റ് ഹാർട്ടാണ്. അവൻ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു, അവനെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഞാനിപ്പോൾ അതാ പറഞ്ഞ ഷാൻ്റെ അടുത്ത് അവന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, 2 തക്കാളി കൊടുത്താൽ മതി. അവന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി. അവൻ തക്കാളി കിലോ കണക്കിന് തിന്നും പാടുമ്പോൾ. അതുപോലെ തന്നെ MC കൂപ്പർ എന്ത് രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നവർ. അതിൻ്റെ ക്രാഫ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പം മോനെ അത് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഒരു ഫീല് ഈ ഒരു പാട്ടിന് വേണ്ട ഒരു ആ സ്വിങ് പാട്ടിലുണ്ടായില്ല. പോട്ടെ, പിന്നെ നോട്ട്സ് ശരിയായിക്കൊള്ളണം കേട്ടോ. ഓക്കെ 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 ശ്രീഹരി, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ശരത് സർ, യെസ് എത്രയാണ് ശ്രീഹരിയുടെ മാർക്ക്? മക്കളെ ശ്രീഹരി ഓ എത്ര ആയിരിക്കും? ഞങ്ങൾ ഈ പറഞ്ഞു വെച്ചിട്ട് മോനൊന്ന് പറ. പറഞ്ഞോടാ. 8. മിടുക്കൻ. പോട്ടെ, ഞാൻ നിനക്ക് ഇട്ടുതരാം. അതെന്ത് പന്ന പരിപാടിയായി. കുഴപ്പമില്ല, ഞാൻ ഒരാൾ ഇട്ട് കൊടുത്താൽ പോരെ. കൊടുത്തു. I am okay, but my mark is not like your mark. Mine is not at all like more. It is little more. Little more, yeah. മക്കളെ 8.1 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക മാർക്ക്? ശ്രീഹരി ഓ 8. താങ്ക് യു സർ. പല തെറച്ച പുരട്ടാകെ വാഴണം. കിട്ടിട്ടുണ്ട്. സോ ടോട്ടൽ 16.1. നെക്സ്റ്റ് ഫിൽമി കവിതാ റൗണ്ട്. ഓക്കെ, പാടാൻ വരുന്നു ബദ്രിക്കുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. വ്രീളാഭരിതയായി വീണ്ടുമൊരു പുലർവേള കൺചിമ്മിയുണർന്നു. പൂവും പ്രസാദവും നീട്ടി നിൽക്കുമ്പോഴും ഏതോ വിഷാദം വിതുമ്പി. നെഞ്ചിലേതോ വിഷാദം വിതുമ്പി. ബദ്രി, ഓ എന്ത് പറ്റിയടാ? കവിത റൗണ്ടൊക്കെയാണ് നീ ഇത്ര ഡീസന്റ് ആയിട്ടൊക്കെ നിക്കുന്നത്. അതെ, മലയാളിത്തം കുറച്ച് കൊണ്ടുവരാൻ വിചാരിച്ചു. ഓ അങ്ങനെയാണോ? ആ തമ്മാണോ ഇത്? മലയാളിത്തം മലയാളിത്തം കൊണ്ടുവരാൻ വിചാരിച്ചു, പക്ഷെ മുണ്ട് കിട്ടിയില്ല. ഭാഗ്യം, നീ പാനിട്ടല്ലോ. പക്ഷെ മുണ്ട് കിട്ടിയില്ല, അതുകൊണ്ട്. അപ്പൊ ബദ്രി മുണ്ടില്ലാതെ നിന്ന് പാടി അല്ലേ? കവിതാ റൗണ്ടിൽ ആദ്യമായി ബദ്രി മുണ്ടില്ലാതെ. എന്ത് പറ്റി മുണ്ട് കിട്ടാഞ്ഞ്? എടാ കേരളത്തില് മുണ്ട് കിട്ടത്തില്ല. അല്ല, എന്തോ മുണ്ട് നീ അത് പറയുന്നത്? പെട്ടെന്ന് ഞാൻ എടുത്തില്ല ഇന്ന് മുണ്ട്. എടാ പെട്ടെന്ന് അപ്പുറത്തെ കടയിൽ പോയാൽ കിട്ടും, അവിടെ താഴെ കിട്ടും. അല്ലെങ്കിൽ നിനക്ക് മുണ്ടെന്തിനാ തോർത്തു പോരെ? പിന്നെ ഞാൻ വിചാരിച്ചു മിക്കവാറും എല്ലാ പാട്ടിനും മുണ്ടല്ല ഇടാറ്. അതാ നീ തന്നെ മടുത്തല്ലേ സത്യം പറഞ്ഞ. ഇത്തവണ അതാണ് കാര്യം. ഓക്കെ, കൊള്ളാം. ചോദിക്കാം. ചോദിക്കാം. ശരത് സർ, ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകം എന്താ അറിയോ? ജഡ്ജ്മെന്റ് ആദ്യം ശരത് സാർ പറഞ്ഞിട്ടേ ഞങ്ങളോട്ട് വരുള്ളൂ. എന്തോ ഒരു കഷ്ടമായത്. ഞങ്ങളോട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതാണ് ഭ്രാന്തോടെ നിനക്ക്. മാറ്റി പിടിക്കണോ? ഇല്ല ശരത് സാർ തന്നെ മതി. ശരത് സാർ മാറ്റിപ്പിടി. ഇല്ല ഒരിക്കലും ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്ത. ഞാനത് സാറ് പറഞ്ഞത് വന്നാ ഞാൻ മാറ്റുവേ. മാറ്റിക്കോ. ഞങ്ങൾ ആരും ഞങ്ങൾ ചെയ്യുന്ന അത് അനുവദിക്കില്ല. ആളുകൾ നോക്കുമ്പോഴേ ഒരു കവിത പറഞ്ഞോണ്ട് ഞാനൊരു കുമാരനാശാൻ കവിത കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്തൊക്കെ ആയിക്കോട്ടെ. നല്ല മക്കളെ, ഓ സാർ. മുണ്ട് കിട്ടാത്തവനെ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. ചില ശ്രുതിയുടെ കുഴപ്പങ്ങൾ അത് കുഴപ്പമില്ല. അതിപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കണ്ട. അതിൽ നമ്മൾ ഈ കവിതയല്ലേ പ്രധാനം. എങ്കിലും ശ്രുതി വേണം. അത് നിലവ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണല്ലോ മോനെ. എനിക്ക് ഈ വ്രീള ആ തുടക്കവേ അത് എങ്ങനെ തുടങ്ങുന്ന നീ? അത് വ്രീള വ്രീള അത് തുടക്ക നോട്ട് ഏതാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നീയാണ് ആ നോട്ട്. സത്യത്തിൽ ഇതിലില്ല. പിന്നെ നമുക്ക് തുടങ്ങാം.
അതിലൊന്നും ഒരു കേസും കൊടുക്കത്തില്ല കേട്ടോ. വ്രീള എന്ന് വേണം തുടങ്ങാൻ ഈ ഒരു സ്കെയില് വെച്ചിട്ട്. പക്ഷെ വ്രീള എന്ന് തുടങ്ങിയാൽ അത് ഒരു കുഴപ്പമില്ല. കാര്യം ബോംബെ രവിസാറും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന രാഗത്തിലാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനൊന്നും ആരും കൊടുക്കത്തില്ല. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ മോനെ. അതുപോലെ അടുത്ത ഒന്നാ വിരൽ അത് എങ്ങനെയാ തുടങ്ങുന്നത്? അതെ, വ്രീളാഭരിതി തുടങ്ങുന്നത് ഒന്നാ എല്ലാം നീയാണ്. ഓക്കെ ഓക്കെ പ്രൊസീഡ്. അത് കൊള്ളാം. അതേ ഉള്ളൂ എനിക്കൊരു ഡൗട്ട് തോന്നി. ഈ രാഗം പ്രത്യേകിച്ച് ഇത് ഓർക്കസ്ട്രേഷനിൽ അതിലൊരു ഫ്ലൂട്ടിലൊരു പഞ്ചമം ഉണ്ടെങ്കിലും നമ്മുടെ കണക്കിൽ പഞ്ചമമില്ല. ലവങ്കി എന്ന് പറഞ്ഞ് എൻ്റെ ഗുരുനാഥന് കണ്ടുപിടിച്ച രാഗമാണിത്. എൻ്റെ ഋഷഭം ഷഡ്ജമാക്കിയ ഒരു മേജർ സെവൻത്ത് കോഡാണിത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു രാഗം വല്ലാത്ത വൈബാണ്. ഇതിലൊരു വേറൊരു പാട്ടുണ്ട്, അറിയാമോ? എനിക്കൊരു സംശയമുണ്ട്. ഏതാ മോനെ? എങ്കേയും എപ്പോതും ആ സംഭവം. പിന്നെ രാരാരി വെച്ചിട്ട് എങ്ങനെയാണ് ഈ രാഗം പറയുന്നത്? ഞാൻ പറഞ്ഞു ഈ രാഗത്തിനൊരു പാട്ടുണ്ട്, ഒരു മലയാള പാട്ടുണ്ട്. അരുണകിരണമണി. ആ അടിപൊളി. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. താങ്ക് യു സർ. അല്ല അത് അറ്റ്ലീസ്റ്റ് നീ ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞല്ലോ. അതെ, ഗ്രേറ്റ്. അത് അങ്ങനെ വേണം. അത് നമ്മളൊരു സ്കെയിലിൽ അത് വേറെ ഏതെങ്കിലും പാട്ടുകളുണ്ടോ? കാര്യം റെയറാണ്, ഇതിൽ പാട്ടുകളില്ല അധികം. അപ്പം അത് എന്തെങ്കിലും പറഞ്ഞതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ ഏറ്റവും ഒരു ഹൃദയഹാരിയായിട്ടുള്ളത് ഹൃദയത്തിന് കനി എന്നുള്ള ആവടം തൊട്ടാണത്. ഇത് ആരാ പാടിയേക്കുന്നത്? പി ജയചന്ദ്രൻ സാർ. എൻ്റെ ദൈവമേ ജയേട്ടാ, കോടാനുകോടി പ്രണാംസ്. വേറൊന്നും പറയാനില്ല. അദ്ദേഹം പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ്, അതിന് വ്രീളാഭരിതൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം, ചേട്ടൻ്റെ ശബ്ദം ചേട്ടന് മാത്രമേ ഉള്ളൂ. ലോകത്ത് ആരും ഇതുവരെ ഇമിറ്റേറ്റും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റത്തുമില്ല. അദ്ദേഹം അക്ഷരങ്ങൾ പറയുന്ന പോലും ഒരു പ്രത്യേക രീതിയിലാണ് ചില വാക്കുകൾ പറയുന്നത്. അത് വലിയ പാടാ. സോൾഫുൾ സിംഗർ, അതല്ല വേറൊന്നും പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും മോൻ ഇത് നോക്കി, ഇത് മാത്രമല്ല എത്രയോ പാട്ടുകൾ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി, സുപ്രഭാതം, നീലഗിരിയുടെ സഖികൾ, അയ്യോ അതൊക്കെ എന്തൊരു പാട്ടാ, പാടി തകർത്ത് വെച്ചാണ്. അപ്പോൾ ജേട്ടനെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കാണും ജേട്ടൻ, വേറെ എങ്ങും പോകത്തില്ല. കാരണം ചേട്ടൻ ഈ പാട്ടുകളും ദേവരാജ മാഷിനെയും MS വി സാറിനെ ഒന്നും വിട്ടിട്ട് ചേട്ടൻ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉഗ്രം ഒരു നല്ല കവിത മോനെ. കാര്യം ബാക്കിയും കൂടെ പറഞ്ഞു, എൻ്റെ കലിത്തനെ പറഞ്ഞ സ്ഥിതിക്ക്. ഫിലിം നഖക്ഷതങ്ങൾ. ഓഹ് മുറിഞ്ഞ എൻ്റെ നഖം കൊണ്ട് നീ പറഞ്ഞ നഖക്ഷതങ്ങൾ എന്തോടാ ഇത്? നഖക്ഷതങ്ങൾ. പിന്നെ ഇതിന്റെ ആലാപനം പി ജയചന്ദ്രൻ അത് പറഞ്ഞല്ലോ. പറഞ്ഞു. വർഷം 1986. കഷ്ട ചെയ്ത ആള് പാവം. മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി സാർ. രചന ONV കുറുപ്പ് സാർ. ONV സാറിൻ്റെ 7-8 വട്ടം പറഞ്ഞെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, എന്നാലും നല്ലതാ. സാറിനെ പറ്റി പറഞ്ഞു തോന്നി. എന്തൊരു നല്ലൊരു ഉഗ്രൻ, ഭയങ്കര സുഖമാണ് ഇത് കേൾക്കാൻ. ഒരു വല്ലാത്ത ഭാരമാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക്. അത് മനസ്സിൽ നന്നായിട്ട് തന്നെ പാടിയില്ല. താങ്ക് യു സാർ. അത് വേണ്ട അക്ഷരങ്ങളും ഒക്കെ. പിന്നെ ഈ ചെറുക്ക ശ്രുതിയില്ല, മറ്റേ ഒരു ചിത്രം, അതൊക്കെ കുറച്ച് ശ്രുതിയുടെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ മോനെ ഈ ഒരു നിശാഗന്ധി അതൊന്ന് പാടാമോ? വിരലുകൾ കത്തും തിരികള, അത് കഴിഞ്ഞിട്ടുള്ളത്. ഒരു നിശ അല്ല, നിശാഗന്ധിയാണ്. നിശ. ഒരു നിശാഗന്ധി പൊലിയും യാമമായി ഒരു മൗനം തേടി മൊഴികൾ യാത്രയായി. ഒരു മൗനം തേടി മൊഴികൾ യാത്രയായി. ഗുഡ് മോനെ. താങ്ക് യു സർ. വെരി ഗുഡ് ബദ്രി ചക്ക. താങ്ക് യു സർ. നിനക്ക് ഞാനൊരു മുണ്ട് വാങ്ങിച്ചു തരുന്നത്. മുണ്ടുണ്ട് സാറേ. അല്ലല്ല, ഞാൻ വാങ്ങിച്ചു തരും, നീ അത് ഉടുത്താൽ മതി. കാര്യം താങ്ക് യു സർ. മുണ്ട് മാത്രം മതിയോ സാർ? ബാക്കിയൊന്നും അവന്റെ സൈസ് അറിഞ്ഞോളായിരിക്കും. ബാക്കിയൊക്കെ നിന്നേലില്ലേ? അല്ല, ഒക്കെ മേടിച്ചു തരാമെന്നും എനിക്കൊരു ഇഷ്യൂ അല്ല മോനെ. കാരണം എനിക്ക് നീ പാടി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അങ്ങനെ അതിന്റെ ഒരു ഗിഫ്റ്റായിട്ട് വിചാരിച്ചാൽ മുണ്ട് മാത്രം. ഓക്കെ, താങ്ക് യു. അതിലും വലുത് മുണ്ട് മാത്രം കേട്ടത്. ഷാനിക്ക. ബദ്രി, ഓ സാർ, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. വല്ലാത്ത ഫീലുള്ള ഒരു കവിത അല്ലേ? ഒരു ഭയങ്കര ഒരു ഹോണ്ടിങ്നെസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭാരം. എന്തോ എവിടെയൊക്കെയോ നമ്മളിത് കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം,
എനിക്കൊന്ന് ഈ കവിതാ റൗണ്ട് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വെറും 1/2 പേജുള്ള ഞാനും ഓർത്തതെന്താ താങ്ക് യുടാ തീർന്നു. എക്സ്ട്രാ മാർക്ക് നിനക്ക് ഞാൻ തരാം. ഒരു 1/2 പേജുള്ള കവിതയും കൊണ്ടുവരുന്നത് നന്നായിട്ട് തന്നെ പാടിയടാ. Thank you, എൻ്റെ sir. ഡീറ്റെയിൽസിലേക്ക് എന്തായാലും ശരത്തേട്ടൻ പോയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉചിതമായ മനുഷ്യൻ തന്നെയാണിത്. അതുകൊണ്ട് ദൈവമായിട്ടാണ് ഈ റൗണ്ട് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കും ഹരിക്കും വലിയ പണി ഇല്ല ഇതിനകത്ത്. ഞാനാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ഒന്ന് പണിയെടുക്കാൻ ഇവിടെ വന്നു. ഞാനാണെങ്കിൽ പണിയെടുക്കാനും പറ്റില്ല. ബദ്രി അടിപൊളിയായിട്ട് തന്നെ പാടിയടാ. Thank you, നല്ല sir. രസം, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടി. അതായത് പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് യു ക്യാൻ സ്റ്റിൽ അത് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ബദ്രി ഓ സാർ. അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ നല്ലൊരു, ഞാൻ ഏറ്റവും എടുത്തു പറയുന്ന നല്ല ചോയ്സ്, അതിനാണ് ഇന്നത്തെ ഏറ്റവും മാർക്ക്. പിന്നെ മോനെ നന്നായിട്ട് പാടി. എനിക്ക് അങ്ങനെ ഞാനൊന്നും എഴുതിയില്ല. ആകെ എനിക്ക് ഒരു നിശാഗന്ധി, പൊലിയും യാമമായി, ആ പൊലിയും യാമമായി ക്ലിയർ ആയില്ല. ആ. അത് ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ സാർ. ചെറിയ പിച്ചിങ് ഇഷ്യൂസ് അവിടെ ഇവിടെ ഒക്കെ. അല്ലാതെ ഇറ്റ് വാസ് ഗുഡ്. നല്ല ഇൻവോൾവ് ആയിട്ടാണ് പാടിയത് കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ താങ്ക് മച്ച് യു സാർ. ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മാർക്കില്ല. ഇല്ലേ? ഇല്ല, പൊക്കോ നീ. മുണ്ട് മാത്രം. മുണ്ട് മാത്രം. ഒരു മുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള എൻ്റെ ആക്സസറീസും കൂടെ മേടിച്ചു. Accessories. ബെൽറ്റ്, എലാസ്റ്റിക്. മതിയോ? മുണ്ട് മതിയോ? ഓ അതന്നെ. എടാ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട്, ഓ സാർ. നിനക്കിപ്പോൾ ഇവിടുന്ന് ഈ ഒരു മാർക്ക് വേണോ അതോ നല്ലൊരു ആ. നല്ലൊരു കസവ്, കസവിന്റെ നല്ല മുണ്ട് കോസ്റ്റ്ലി വേണം. ഒരു കസവും മുണ്ടും അതിന്റെ ഇത്യാദികളും വേണോ? ഇത്യാദികളും കസവായിരിക്കും അല്ലേ? ആ കസവായിരിക്കും, Okay. തിളങ്ങും. ശരി. ഇവൻ എന്ത് ചെയ്യണം? നീ ഉറക്കെ എണ്ണിക്കാ പറയുന്നേ. എനിക്ക് മാർക്ക് മതി. ആ? നീ എന്താ എണ്ണി എന്താ? അക്കുത്തിക്കുത്ത. അവന് തുണിയിലേലും കുഴപ്പമില്ല, മാർക്ക് മതി. മക്കളെ ചക്കരെ, ഓ സാർ. നിനക്ക് ഞാനൊരു 8.8 മാർക്സ് തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഞാനൊരു 8.9 തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഓഹോ, ഹരിച്ചേട്ടാ. നല്ല മാർക്കാ. താങ്ക് യു സാർ. ഓക്കെ, അപ്പോ ബദ്രിയുടെ മാർക്ക് ഞാൻ ഇങ്ങ ഇടുന്നു. താങ്ക് യു സോ മച്ച്. ഹിഡൻ മാർക്കല്ല, ഇടൻ ഇടൻ മാർക്ക്. മാർക്ക്. ഇടൻ മാർക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.7. ഓക്കെ, ഇനി നമ്മളുടെ ഫ്ലോറിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. ഓ, ഓഹോ, അറിയാലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേർക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് സോഷ്യൽ മീഡിയ. അങ്ങനെ ഇപ്പൊ ആള് ഭയങ്കര ഒരു വൈറൽ സ്റ്റാർ ആണ്. മില്യൺ വ്യൂസ് ഒക്കെയാണ് ആളുടെ ആ വീഡിയോസിനൊക്കെ. നമ്മൾ ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അറബിക് സോങ്സ് അല്ലെങ്കിൽ മാപ്പിള പാട്ടൊക്കെ പാടുന്ന ഒരാളായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് മലപ്പുറത്ത് നിന്നൊരു മൊഞ്ചത്തിക്കുട്ടിയാണ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് വരാൻ പോകുന്നത്. ഓക്കെ. അതും വെറൈറ്റി ആയിട്ട് ആള് പെർഫോം ചെയ്യുന്നത് കഥകളി പദമാണ് പാടാൻ പോകുന്നത്. ഓക്കെ, വിളിക്കട്ടെ? വണ്ടർഫുൾ. ഫാത്തിമ. ഓക്കെ, ഫാത്തിമ ഇസ്തിക്കാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഫാത്തിമ. ഹായ് ഫാത്തിമ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. സോഷ്യൽ മീഡിയയിൽ മാത്രം വീഡിയോസ് ആണ് കണ്ടത്, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഇതാണ് ഫാത്തിമ. സലാം അലൈക്കും. വലൈക്കും അസ്സലാമു സലാം. അലൈക്കും ഫാത്തിമ. ഹായ് ഫാത്തിമ. ഭയങ്കര ഫാനാണ് നിങ്ങളുടെ. അതെ, ഒരുപാട്. ഭയങ്കര കാറ്റ്. അല്ല ഫാത്തിമ, മനുഷ്യൻ തുടക്കം വന്ന് നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ വന്ന ഉടനെ ഫാനാണ്, പ്രൊപ്പല്ലറാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കത്തില്ല. ഫാത്തിമ പറയൂ, എങ്ങനെയാണ് ഈ കഥകളി സംഗീതത്തോട് താല്പര്യം വന്നത്? ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. Okay. ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിക്കായിരുന്നു. അപ്പോൾ ഒരു 9th പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ ഞാൻ WIC വണ്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ റഷീല എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ് എൻ്റെ വോയിസിന് കഥകളി സംഗീതം പാടിയ നന്നാവുന്ന സജസ്റ്റ് ചെയ്തു. Okay. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് എൻ്റെ ദീപ പാലനാട് ടീച്ചറാണ് എന്നെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Okay. അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതം അതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് വണ്ടർഫുൾ വണ്ടർഫുൾ. Yes, super. അടിപൊളി. എവിടെ പഠിച്ചത് ശരിക്കും? ലൈക്ക് ഒഫീഷ്യലി കഥകളി സംഗീതം ഇപ്പൊ കലാമണ്ഡലോ അല്ലെങ്കിൽ മാർഗി അങ്ങനെ എവിടെയെങ്കിലും? കലാമണ്ഡലത്തിൽ പെർഫോം ചെയ്യാൻ ഞാൻ ഓപ്പർച്യൂണിറ്റി. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ല. ഓക്കെ. പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം അവിടെ കഥകളി പദം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഓ നൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കേൾക്കാം. യെസ്. ഫാത്തിമ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ലവണാസുരവധം ആ കഥയാണ് പാടാൻ പോകുന്നത്. വെരി ഗുഡ്, വെരി അടിപൊളി. ആ കയ്യില് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ട് 2 വാക്ക്.
ഇത് ചേങ്ങിലയാണ്. ഇത് കഥകളി സംഗീതം പാടുമ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. നൈസ് നൈസ്. ബദ്ധ്വാദം സമരേ സമീരണസുതം സീതസുതൗ സാഹസാൽ സമ്യക് ജ്ഞാനവതാം വരം കപിവരം മാധുസമീപം ഗദൗ സീത ചാൽഭുത വിക്രമസ്വദൈത പ്രഖ്യാത ഭക്തം മുദ മുഗ്ധം ഭക്തമവേക്ഷ്യ വാചമവദൽ മന്ദാക്ഷരം ഹന്ത ഹന്ത ഹനുമാനേ ബന്ധീത ആയതും ഓർത്താൽ എന്തി വണ്ണം വന്നിടുവാൻ ദൈവ ചേഷ്ടിതം വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഇത് നമ്മുടെ കഥകളി സംഗീതം എന്ന് പറയുന്നത് എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതെ, അത് ഈ ജനറേഷനിൽ ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര rare ആണ്. സന്തോഷം കേട്ടോ. അതെ, അതെ. അതെ 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 അതെ. ഞാൻ കുറച്ചൊക്കെ കേൾക്കുമായിരുന്നു, ഈ പറഞ്ഞ പോലെ ഹൈദരാലി സാറിന്റെയും ഹരിദാസ് സാറിന്റെ ഒക്കെ ടേപ്പ് കേൾക്കുമായിരുന്നു. അങ്ങനെ കഥകളി പോയി കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം നളചരിതമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ കുറെ കാലമായി കേട്ടിട്ട് ആ ഒരു സന്തോഷമുണ്ട്. നന്നായിട്ട് കുറെ പാടി കുറെ കേട്ടോ. അയ്യോ അസാധ്യമായിരുന്നു, ഒരു വല്ലാത്ത വൈബായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ഷാനിക്ക? ഫാത്തിമ എങ്ങനെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അതെ, ഞാൻ ചോദിക്കാൻ കാരണം ഉമ്മയാണ് കൂടെ വന്നിട്ടുള്ളത്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫാത്തിമ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അതെ, ഉമ്മ തന്നെയാണ് ഏറ്റവും അധികം പറയേണ്ടത്. എൻ്റെ ഉമ്മയാണ്. ചെറുപ്പം മുതലേ എന്നെ ഇതിലേക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഉമ്മയും ഉപ്പയാണ്. ആണല്ലേ? അതെ. ഓ സന്തോഷം സന്തോഷം ഒരുപാട്. ഇപ്പൊ ഞാൻ മാരീഡ് ആണ്, 2 വർഷമായി. അപ്പൊ ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ് ഫാമിലി. ഓ നൈസ് നൈസ് നൈസ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഫാത്തിമ. സ്ത്രീകൾക്ക്. അതെ അതെ അതെ. അപ്പൊ അതിന് ആ ഒരു കാര്യത്തിൽ യു ആർ വെരി മച്ച് ബ്ലെസ്ഡ് കേട്ടോ. വെരി ബ്ലെസ്ഡ് അങ്ങനെ സപ്പോർട്ടും കിട്ടുന്നതിൽ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാ പാട്ടുകളും പാടാറുണ്ട്. നോർമൽ സോങ്സ് പാടാറുണ്ട്. എന്നാ പിന്നെ ഒരു നോർമൽ സോങ് കേൾക്കണ്ടേ? എന്നാ നമുക്കൊരു നോർമൽ പാട്ട്. കാര്യം ഈ കഥകളി സംഗീതം, ഞാനൊരു കാര്യം പറയാം ഫാത്തിമ, കഥകളി സംഗീതം ഞാൻ ഹൈദരാലി മാഷ് പാടുന്നത് ഞാൻ നേരിട്ട് അവിടെ പോയിരുന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ, അന്ന് നമുക്ക് കഥകളി എന്ന് പറഞ്ഞാൽ ഇന്നും അറിഞ്ഞൂടാ അന്നും അറിഞ്ഞൂടാ, എങ്കിൽ ഈ പാട്ടെന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം പാടുന്ന കേട്ടിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകിയിട്ടുണ്ട്. അതെയോ വലിയൊരു വല്ലാത്ത ഒരു അനുഗ്രഹീതനായിട്ടുള്ള കലാകാരനായിരുന്നു ഹൈദരാലി മാഷ്. അപ്പൊ എനിക്ക് ഫാത്തിമ കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു എന്താന്ന് അറിഞ്ഞു. പിന്നെ അതുപോലെ ഫാത്തിമ ഉഗ്രൻ ശബ്ദം കേട്ടോ, ഉഗ്രൻ ശബ്ദം. ആ രാഗങ്ങൾ തന്നെ നമ്മൾ സാധാരണ പാടുന്ന കർണാട്ടിക് രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണത്. അപ്പൊ അതിനുള്ള ഒരു സുഖം, വൈബ് വേറെ തന്നെയാണ് ഫാത്തിമ. ആ രീതിയിൽ തന്നെ പാടും. God bless you.
രസമായിട്ട് പാടി. ആ ഒരു ഇൻസ്ട്രുമെന്റും കൂടെ വന്നപ്പോ അതെ, അതെ, ഭയങ്കര വല്ലാത്ത vibe vibe. ആയിരുന്നു. വല്ലാത്ത Super, മൂടായിരുന്നു. Yes. ഫാത്തിമ ഇപ്പൊ എന്താ പഠിക്കുകയാണോ? ഉണ്ട്. ഞാനിപ്പോ MA മ്യൂസിക് കർണാട്ടിക് ഫൈനൽ ഇയർ ആണ്. എവിടെയാ പഠിക്കുന്നത്? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂര്. തൃശ്ശൂര്. ഓക്കെ, അപ്പൊ നമുക്ക് ആ നോർമൽ സോങ്, നോർമൽ സോങ് അതിന് നമുക്ക് ഇതൊക്കെ മാറ്റാൻ തോന്നുന്നു. അതിങ്ങ് തരാമോ? കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ എന്തോ അബ്നോർമലോ? അല്ല എന്തോന്ന് പാറു? വേണ്ട, മോളവിടെ നിന്ന്. ഞാൻ ഇതും കൊണ്ട് നല്ലതാണ്, പോവാന്ന്. പാട്ടില്ലാത്തപ്പോ കൊട്ടിക്കൊണ്ടിരിക്കാം. ഓടിയോ? ഓക്കെ ഫാത്തിമ, ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ചന്ദ്രചൂട് ശിവശങ്കര പാർവതി. സൂപ്പർ. ചന്ദ്രചൂട ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಸುಂದರಧರ ಪಿನಾಗಧರ ಹರ ಸುಂದರಧರ ಪಿನಾಗ ಧರ ಹರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. സഹ്യോ ജാതമവദനം ചന്ദ്ര ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാദമയുണരും തുടിയോ വേദകലാമൃതപുള്യം പ്രകൃതിയും നിൽ വികൃതിയും നിൽ സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോഹം ഓം ശിവോഹം രുദ്രം ശ്രീകരം. ಮುರಳಲಿ ಭಸಿಮರುದ್ರಾಕ್ಷಮು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೇ. ಗರುಡ ಗಮನ ನಮ್ನ ಪುರಂದರ ವಿಡಲನ ಪ್ರಾಣ ಪ್ರಿಯ ಮುನೀನೇ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ.
തന താനം 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 തനം താനം നും തന താനം 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 താനാനം താനം 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 താനാനം താനം താനന താനം 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 താനാനം താ നിനി സ സ നി സ രെ ഗ രെ സ സ സ സ നി സ ധ നി പ മ പ ഗ മ രി സ രി രി ഗ രി സ മ മ പ ധ ധ നി സ രെ രെ ഗ ഗ സ രെ ഗ ഗ നി സ ധ ധ മ പ ധ ധ നി സ രെ 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 സ ധ നി പ മ പ ഗ മ രി സ നി നി സ സ രി രി ഗ ഗ രി രി സ ധ നി സ രി രി ഗ രി സ മ മ പ ധ ധ നി സ രെ രെ ഗ രി സ sa sa re ga sa da da ni pa ma ma ga ma re sa re sa 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 ri 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 ga 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 ri sa ma 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 pa 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 da 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 ni pa da 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 ni 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 sa 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 ri ga ga ri sa da ni sa sa ga ri sa da ni pa ma pa da ni sa 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 ri 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 ga ri sa da ni pa ma pa da ni sa re ga ri sa ma ti mu മമതവും ഏകമേ പൂർണ്ണവും ശൂന്യവും ഏകമേ കൃഷ്ണനും രുദ്രനും ഏകമേ. ആഹാ സാബാഷ് സൂപ്പർ ബല 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 ബല, ബല. വണ്ടർഫുൾ വണ്ടർഫുൾ. ഫാത്തിമ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നല്ലേ? വണ്ടർഫുൾ വണ്ടർഫുൾ. ഇപ്പൊ ഒന്നും പറയാനില്ല, എന്തൊരു ഒരു വേറൊരു ഫീലായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സോ മച്ച്. അത് ഒരു എന്താ പറയണ്ട, ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എന്തൊക്കെയാലും. സർ. എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ദൈവത്തിന്റെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാത്തിമ. താങ്ക് യു സോ മച്ച്. ഇനിയും എത്രത്തോളം പഠിക്കാൻ പറ്റുമോ നമ്മൾ എക്സൽ ചെയ്യുക ഫാത്തിമ, ഞാൻ അതേ പറയത്തുള്ളൂ. നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ ചെയ്യുന്ന ആ കാര്യം അസാധ്യമായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം നമ്മൾ എത്ര പരിശ്രമിക്കുന്നവരെന്തൊക്കെയായാലും ഒരു ജ്ഞാനം ദൈവം കൊടുത്തിട്ടുണ്ട്. കാര്യം അങ്ങനെ ഇങ്ങനെ കിട്ടത്തില്ലല്ലോ. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി. കാര്യം ആ സംഗീത ഒരു കലാവാസന കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു കലാവാസന കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഫാത്തിമയ്ക്കും ഫാത്തിമയുടെ കുടുംബത്തിനും ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിലും ഇത്രയും വലിയ ആൾക്കാരുടെ കോയിനിൽ പാടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. വി ആർ ഓൾസോ ഹാപ്പി ടു മീറ്റ് യു. ഞങ്ങൾക്കും വളരെ സന്തോഷം ഇതുപോലെ ആളെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ കൊണ്ടുവന്നതിന് തന്നെ താങ്ക്സ്. താങ്ക് യു സർ. ഒരു ടാലന്റ് എല്ലാവരിലും ഉറപ്പായിട്ടും കാണട്ടെ. സൂപ്പർ സ്റ്റാർ സീസൺ 2 സീനിയേഴ്സ് തുടങ്ങാൻ പോകുന്നുണ്ട്. വേണമെങ്കിൽ ആ വഴിക്കൊക്കെ ഒന്ന് വന്നു പോവാം. അല്ല പിന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു നമ്മളൊരു നല്ല റെക്കോർഡിങ് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ല ടോൺ കേട്ടോ, നല്ല ടോൺ, നല്ല ശബ്ദം, ഒളിച്ചടിക്കും. സൂപ്പർ സൂപ്പർ. വണ്ടർഫുൾ. അപ്പൊ ഫാത്തിമ ഓൾ ദ ബെസ്റ്റ്. ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി സലീൽ ദാ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ അമ്മയെ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അമ്മയ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സലിൽ ദായുടെ സംഗീതത്തിൽ 1978 പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് ജാനകിയമ്മയാണ്. സലിൽ ദാ ONV കൂട്ടുകെട്ടിലെ ഈ ഗാനമാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും. അമ്മയാ, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എങ്ങനെ പാടിയെന്ന് തോന്നി? നല്ലോണം പാടി, പ്രതീക്ഷ പോലെ പാടാൻ പറ്റി. ആ അത് മതി. പിന്നെ എന്ത് ചെയ്യണം?
ശ്രമിച്ചു നോക്കാം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ, എന്തോ സാർ? ഒട്ടും ഈസിയല്ല ഈ പാട്ട് പാടാൻ. കാര്യം അതിൻ്റെ ഡൈനാമിക്സ്, അതിലെ സംഗതികൾ മോള് ഉഗ്രമായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ എനിക്കുള്ള ചില ഡൗട്ടുകൾ മോള് ക്ലിയർ ചെയ്ത് തരണം, അല്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം വരത്തില്ല. മക്കളെ ഈ സന്ധ്യേന്ന് നീട്ടിപ്പിടിച്ച എന്തിനാ? രാത്രിയാവുന്നവരെ ഈ സന്ധ്യേ അങ്ങനെ തന്നെ ആ ബെൻഡ് വേണ്ടേ? സന്ധ്യേ ആ ബെൻഡല്ലേ അതിൽ പ്രധാനം. അത് മോളിങ്ങനെ നീട്ടിപ്പിടിച്ച എന്തിനാ ആദ്യം മാത്രം? പിന്നെ ശരിയായി, മറന്നുപോയോ? സന്ധ്യേ ഞാൻ വരച്ച രാത്രി വരെ മക്കളങ്ങ് പിടിച്ച് നിൽക്കുമോ? കണ്ണീരിതെന്തേ രാത്രി എന്നായിരിക്കും പാടുന്നതെന്ന്. അത്രയും നീണ്ടത്. അത് ബെൻഡാണ് അതിൻ്റെ ഒരു സുഖം മോളെ, കേട്ടോ. പിന്നെ നിൻമുഖം പോൽ, അത്രയും മതി. പോൽ നൊമ്പരം പോൽ, അത് പിന്നെയും കുഴപ്പമില്ല, കണക്ട് ചെയ്യുന്നതുകൊണ്ട്. ആ നിൻമുഖം പോലൊന്ന് പാടാമോ? അതൊന്ന് കട്ട് ചെയ്തോടാ. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി രജനിഗന്ധി രജനിഗന്ധി. പിന്നെ അത് പാടി നിൽക്കാൻ. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. എല്ലാം വരുന്നു എൻ്റെ തൊണ്ടയില്. നല്ല സിൽക്കി ടോണാണ് മോളെ. താങ്ക് യു സർ. ഒരു ബ്യൂട്ടിഫുൾ ടോൺ. താങ്ക് യു സർ. ഈ ടോൺ എപ്പോഴും ഉണ്ടാവട്ടെ. എന്തൊക്കെയായാലും നീയൊക്കെ നാളത്തെ പാട്ടുകാരിയാണ്, ഉറപ്പ്, കേട്ടോ. ശബ്ദം നശിപ്പിച്ച് കളയരുത് മോളെ. അതുപോലെ മുത്തുകോർക്കും പോലെ വിഷാദ, അതൊന്ന് പാടാമോ? മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. വണ്ടർഫുൾ വണ്ടർഫുൾ. അവളെ ആ ചൂടിയും അത്രയും നീട്ടണ്ടാടാ. സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഇത്ര മതി. ദുഃഖമേ, അതൊന്ന് പാടാമോ മക്കളെ? ദുഃഖമേ നീ പോകൂ കെടാത്ത. മോളെ അത് കെടാതെയാണോ കെടാത്തയാണോ? കെടാത്ത. അപ്പൊ അത് കെടാത്തെന്ന് കേക്കണ്ടേ? ദുഃഖമേ നീ പോകൂ കെടാത്ത കേടാത്ത കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഞാനിത് നീ പാടുമ്പോൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പറായിട്ട് പാടി കേട്ടോ മോളെ. താങ്ക് യു സർ. ലവ് യു മുത്തേ. താങ്ക് യു സർ. ഷാനിക്ക. അടിപൊളിയായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അമ്മ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് അമ്മ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമ്മ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ് പോവാതെ നോക്കണം കേട്ടോ. ഈ ഷോയുടെ കാര്യമല്ലേ ഞാൻ പറയണേ, ഉടനീളം ഈ ഫോക്കസ് പോവാതെ നോക്കണം. കാരണം ഇപ്പം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മോളുടെ ശബ്ദം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ആകെ പിന്നെ കോൺവെർസേഷൻ എന്ന് മാത്രമേ. കാരണം ഇതൊരു കോൺവെർസേഷൻ പോലത്തെ ഒരു സന്ധ്യ, കണ്ണീരിൽ എന്തേ സന്ധ്യ. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ അത്ര സസ്റ്റൈൻഡ്. ഞാനിപ്പോൾ അമ്മയാന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ദൂരത്തൊന്നും അല്ലല്ലോ ഉള്ളത്. അമ്മയാ വിളിച്ചാൽ മതിയല്ലോ. അപ്പം അതുപോലെ സന്ധ്യ ഒക്കെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഇത് മതി. അത് അപ്പോഴാണ് ആ കോൺവെർസേഷൻ ഒരു ബ്യൂട്ടി ഉണ്ടാവണേ. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഓഫ്കോഴ്സ് നമ്മളിത് കേട്ട പാട്ടാണ്, പക്ഷെ എന്നാലും ഞാൻ സ്ട്രിങ് സെഷൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം പല്ലവിയിൽ ഓരോ ലൈൻ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബ്രീസ് പോലെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ചരണത്തിലും റെസ്റ്റ് ഇല്ല അല്ലേ, പുറകിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് നമ്മുടെ സ്ട്രിങ്സിന്റെ ആ ഗ്രൂപ്പിന് ഒരു വലിയൊരു കയ്യടി കൊടുക്കണം. ഫുൾ ഓർക്കസ്ട്ര നിങ്ങൾ എല്ലാവരും വണ്ടർഫുൾ വണ്ടർഫുൾ ഓർക്കസ്ട്ര. ജാനകി അമ്മ, സലീൽദ, ONV കുറുപ്പ് സാറ്, ഇവരെല്ലാവരും വൻ പുലികൾ ചേർന്നുള്ള ഒരു പുലി സങ്കേതത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമ മദനോത്സവം, എനിക്ക് തോന്നുന്നു ഈ സിനിമയിലുള്ള ഒരുവിധ എല്ലാ പാട്ടുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. ഒരു പാട്ടും കണ്ടേ ബാക്കി എല്ലാം ആയി കഴിഞ്ഞു. മെബിൻ പാടി, മാടപ്രാവേ മാത്രമേ ബാക്കിയുള്ളൂ. അതെ.
ഒരു പാട്ട് പാറുവിനെ കൊണ്ട് അവസാനം പാടിക്കും. അതോടെ അങ്ങനെ ഷെഡ്യൂൾ തീർക്കാം. അതൊരു ഒന്നൊന്നര തീർക്കലായിരിക്കും ഷെഡ്യൂളിന്റെ അന്ത്യം എന്നൊക്കെ നമ്മൾ പറയും. ഷെഡ്യൂൾ ബ്രേക്ക്. സൂപ്പർ സ്റ്റാറിന്റെ തന്നെ മോളെ എന്താ സർ? ബ്യൂട്ടിഫുൾ വോയിസ് മോളെ. താങ്ക് യു കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോക്കസ് പോവാതെ നോക്കുക കേട്ടാ. ഇങ്ങനെ ഫോക്കസ് കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അതെ, താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ തകർത്ത് കളഞ്ഞു മോളെ, സൂപ്പർ. താങ്ക് യു സർ. ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അതെ. എല്ലാ ലൈൻസും ഇങ്ങനെ പാടുമ്പോൾ അത്രയും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ഇവിടുന്ന് കേട്ടത്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, കാരണം ആ പാട്ടിൻ്റെ ഒരു സോൾ. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഞാൻ മോള് പാടിയപ്പം ആ ഫീൽ, പിന്നെ മോളുടെ ചെറിയ ടച്ചസ് ഉണ്ട് ചില സംഗതീസിൽ, അത് യു ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അത് അസാധ്യമാടാ. സാധ്യമാണത്. അത് മോൾക്ക് അറിയില്ല, മോളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ലൈക്ക് വളരെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അറിയാതെ പാടുന്ന സാധനമാണ്. അത് ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് തോന്നി. ചില അതൊക്കെ സംഗതിയായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ഡെലിക്കേറ്റ് ടച്ചസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. താങ്ക് യു എനിക്ക് സർ. തോന്നുന്നു അമ്മയുടെ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ദിസ് ഇസ് മൈ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. താങ്ക് യു സർ. ആൻഡ് യുവർ സോങ് സെലക്ഷൻ വണ്ടർഫുൾ. വണ്ടർഫുൾ. കറക്റ്റ് പാട്ട് കൊണ്ടുവന്നു, അമ്മയ്ക്ക് ചേരുന്ന പാട്ട്. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു you, sir. ഹരിച്ചേട്ടാ. ഓക്കെ അമ്മയാ, അടിപൊളി കമന്റ്സ് അല്ലേ. അപ്പൊ നല്ല മാർക്ക് കിട്ടണമെന്ന് ഹരിച്ചേട്ടൻ പറഞ്ഞു. ഇനി ബാക്കി രണ്ടുപേരുടെ മാർക്സ് ചോദിക്കാം. അത് ഹരിയുടെ കാര്യം ഹരി പറഞ്ഞത്. അതെ, എനിക്ക് ഭ്രാന്തായിട്ടിരിക്കും. ഞങ്ങള് വളരെ ഭയങ്കര നോർമൽ ഇഷ്ടായി. മനസ്സിലാവും. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ശരത് സർ, അല്ല ഹരി, എടാ ആർക്കാടാ അവിടെ പാടി ഇഷ്ടപ്പെടാത്ത? ഇങ്ങനെ പാടിയാല് മോളിപ്പോ ചില കറക്ഷൻ പറഞ്ഞിട്ട് അടുത്ത ലൈൻ നീ പാടുന്നത് ഞങ്ങൾ കേട്ടിരുന്ന് പോവുക കേട്ടോ. അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. കുറെ സന്തോഷം. അപ്പൊ എന്റെ ഒരു ആഗ്രഹമുണ്ട് പാറു, ആ. നമ്മുടെ പല്ലവി എനിക്ക് ആ അറേഞ്ച്മെന്റ് മാത്രം ഒന്ന് കേൾക്കണം. ആ സലിത എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്? ഓക്കെ. ഒരു നിവൃത്തിയില്ലാത്ത ഒരു ദൈവതം ഉണ്ട് സ്ട്രിങ്സിൽ. എന്റെ അമ്മേ, ആ സ്ഥലത്ത് അത് വന്നില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതെ. ഒന്ന് പല്ലവിയുടെ നിങ്ങൾ മോള് പാണ്ട കേട്ടോ. ഇനി ഇത് കേട്ടോ. ആഹാ. ആ. വാ വാ വാ. ആഹാ. വാ വാ വാ. ആ. ആഹാ. വാ 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 വാ. ആഹാ. ആഹാ. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പർ. പോക്കിലില്ലാതെ കേൾക്കാനും എന്ത് രസം. വോക്കർ വേണ്ടായിരുന്നു. പൊക്കി അടിച്ചു. മോൾ എന്തിനാ മോളെ പാടിയത്? ഇത് മതിയായിരുന്നു. ഓ ബ്യൂട്ടിഫുൾ. അത് എന്ത് വർക്ക് ചെയ്തേക്കുന്നത്. അത് ആ ഒരു നോട്ടിന് ഒരു 100 കോടി രൂപ കൊടുക്കാം ആ ഒരു ദൈവതത്തിന്. അയ്യോ വണ്ടർഫുൾ. സലിത, കോടി പ്രണാംസ്. മക്കളെ കുഞ്ഞെ, എന്താ സർ? നിനക്ക് ഞാൻ 93 മാർക്സ് തരുന്നു മോളെ. 9.3. സൂപ്പർ. ഷാനിക്ക, ഞാനൊരു 9.2. ഓ ഇത് താങ്ക് പോയിന്റ്. യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, ഒരു ക്ലൂ തരാം. നല്ല മാർക്കാണ്. നല്ല മാർക്ക്, ഇതിലും നല്ല മാർക്ക് എന്തായാലും. ഓക്കെ. സോ ടോട്ടൽ 18.5. അമ്മയാണോ ഇപ്പൊ ടോപ്പ് നിൽക്കുന്നത്? യെസ്, ഇതുവരെ ടോപ്പ് നിൽക്കുന്ന അമ്മയാണ്. എടാ, മോനെ. താങ്ക് യു. മോളെ പറഞ്ഞത് മറക്കണ്ട. ഫോക്കസ്. ഗൈസ്, എപ്പിസോഡ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ അമ്മയുടെ ഈ ബ്യൂട്ടിഫുൾ പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ആ, ഇനി നിങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഞങ്ങള് സലിതയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, സോറി. അപ്പൊ എന്നാ പോട്ടെ. Yes, good night.